ഇന്ന് വളരെയധികം തിരക്കുള്ള ഒരു സിനിമാ നടിയാണ് നെയ്യാറ്റിൻകര കോമളത്തെയാണ് നമുക്കിന്ന് അഭിമുഖ സംഭാഷണത്തിനായി കിട്ടിയിരിക്കുന്നത്. ശരിക്ക് അദ്ദേഹത്തെ അവരെ നമുക്ക് ഒരു അഭിമുഖ സംഭാഷണത്തിന് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ശരിക്കൊരു ഭാഗ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ശ്രീമതി നെയ്യാറ്റിൻകര കോമളത്തിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഹായ് ഹായ് ഹോയ്. അപ്പോൾ വളരെ തിരക്കുള്ള സമയത്തും ഞങ്ങൾക്ക് ഈ അഭിമുഖം നടത്താൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. അപ്പം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. പക്ഷെ എനിക്ക് നല്ല തിരക്കുള്ള ഒരു നടിയാണ്, അറിയാലോ അല്ലേ? അറിയാം. അപ്പൊ പിന്നെ ചോദ്യങ്ങളൊക്കെ വളരെ പെട്ടെന്നും വളരെ ചുരുക്കിയും ഇരിക്കുന്നത്. അപ്പം ആദ്യ ചോദ്യം. ചോദിക്കും. അപ്പം ഇപ്പൊ സിനിമാ നടിയെ വളരെ പ്രശസ്തയായ ഒരു നടിയാണ്. അതെ. ഈ സിനിമാ നടി അല്ലായിരുന്നുവെങ്കിൽ ആരാകാനായിരുന്നു ആഗ്രഹം? സിനിമാ നടി അല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ അച്ഛനെ പോലെ ഒരു പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. അച്ഛൻ പൈലറ്റ് ആണല്ലേ? അല്ല, അച്ഛനും അതായിരുന്നു ആഗ്രഹം. അപ്പൊ മാഡം ഏതുവരെ പഠിച്ചു? പഠിത്തം എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. SSLC പാസ്സാവണ്ടേ? പക്ഷെ ഞാനൊരു 2-3 മണിക്കൂറായിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു. പുതിയ പ്രോജക്ട് വർക്ക് ചെയ്യാനുണ്ടാവും? അല്ല, പ്രോജക്ട് വർക്ക് ചെയ്യാനല്ല, ഞാനത് ഓൺ ചെയ്തിട്ട് എനിക്ക് ഓഫ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ 3 മണിക്കൂറായിട്ട് എന്റെ മുമ്പിൽ തരികടയും ഊരാക്കുടുക്കൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. കമ്പ്യൂട്ടർ ഓഫ് ചെയ്തോ? ഇപ്പൊ അത് കുഴപ്പമില്ല, ഇപ്പൊ അത് പ്രശ്നമല്ല. അത് ഓക്കെ, അത് തൊലഞ്ഞു. അപ്പൊ ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരിക്കുമ്പോ കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരിക്കുമ്പോ അതെ, മത്സരങ്ങളിലൊക്കെ ഞാൻ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഏതൊക്കെ മത്സരത്തിലാണ്? മത്സരത്തിന് കൂടുതലും ഞാൻ കസേര കളി, മിഠായി പറക്കല്, അങ്ങനെയുള്ള മത്സരങ്ങൾക്കൊക്കെയാണ് ഞാൻ കൂടുതൽ. പിന്നെ എല്ലാത്തിനും 1 സമ്മാനമാണ്. ഞാനായിരുന്നു ഫസ്റ്റ്. അതെ. അപ്പൊ ഈ കസേര കളി എന്നൊക്കെ പറയാൻ വളരെ രസകരമായിട്ടുള്ള ഒരു കളിയാണ്. അതെ അതെ, വളരെ. മാഡം കസേര കളിയിൽ പങ്കെടുക്കുമ്പോൾ രസകരമായ ചില സംഭവങ്ങളൊക്കെ അത് പ്രേക്ഷകർക്ക് വേണ്ടി അത് ഞാനൊന്ന് പറയാം. അത് വളരെ രസകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാനതൊന്ന് പറയാം. കഫം കൊണ്ടേലേ കഫം. അപ്പൊ ഈ കസേര കളി എന്ന് പറഞ്ഞാല് ഇത് ഒരുപാട് കസേര കാണും. ഒരുപാട് കസേരയുണ്ട്. പിന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെയാണ് കളിക്കുന്നത്. അപ്പൊ ടീച്ചർ ദൂരെ മാറി ഇങ്ങനെ മണി കിളിക്കും. മണി അടിച്ചു തരും. അപ്പോ ഞങ്ങൾ ചുറ്റും കസേര ഇങ്ങനെ ഇട്ടിട്ട് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ചുറ്റും കിടന്ന് ഓടും. അപ്പൊ മണിയുടെ ശബ്ദം ഒന്ന് നിൽക്കുമ്പോ ഞങ്ങളെ കസേരയിൽ ഒന്ന് ഇരിക്കും. അതാണ് ഇതിന്റെ കളി. അപ്പൊ ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും എന്റെ ഒരു ഫ്രണ്ട് മാത്രമേ ഔട്ടായി കഴിഞ്ഞു. അപ്പൊ കസേര ഒന്നേ ഉള്ളൂ. കസേര ഒന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മണിയടി കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മണിയടി തീർന്നതും ആ കുട്ടി ഇരിക്കാനായിട്ട് പോയതും ഞാൻ ആ കുട്ടിയുടെ ചന്തിക്കിട്ടൊരു ചവിട്ട്. എന്നിട്ട് ഞാൻ കയറി അങ്ങിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ഈ കസേര കളിക്ക്, അതായത് ഒരാളെ തട്ടിയിട്ടുണ്ട് കസേര കയറി ഇരിക്കുക എന്ന് പറയുന്ന ആ കളിക്ക് എന്തെങ്കിലും പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് പ്രചോദനം? അയ്യോ, പ്രത്യേകിച്ച് പ്രചോദനത്തിന്റെ ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാല് എന്റെ അച്ഛൻ ഒരു മന്ത്രിയായിരുന്നു. ചെറുപ്പത്തിലെ പരിശീലനം ഉണ്ടായിരുന്നു? ഇല്ല, പ്രത്യേകിച്ച് പരിശീലനം ഒന്നും ആവശ്യമില്ല. മിഠായി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അമ്മ പണ്ട് റേഷനറി വാങ്ങുമായിരുന്നേ. അപ്പൊ അതിലെ കല്ലുകളൊക്കെ ഇങ്ങനെ പറക്കി മനസ്സിലായില്ലേ? പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവോ? പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ? ആ രോഗം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അതെനിക്ക് വന്നിട്ടില്ല. എന്തോന്നു? അല്ലെ, അപസ്മാരത്തിന്റെ അസുഖമല്ലേ? അതല്ല, ഈ അവാർഡുകളൊക്കെ ഇഷ്ടമാണോ? എനിക്ക് അവാർഡുകളിൽ താല്പര്യമില്ല. എനിക്ക് പേ അവാർഡാണ് താല്പര്യം. അപ്പം മാഡം വായിക്കാറുണ്ടോ? ഇല്ല, വായിക്കാറില്ല. എഴുതാറുണ്ട്. എന്ത് എഴുതാറുണ്ട്? കണ്ണെഴുതാറുണ്ട്. എനിക്ക് വളരെയധികം താല്പര്യം തോന്നുന്നു മാഡത്തിന്റെ സംസാരിക്കാൻ. മാത്രമല്ല ഈ മാഡം ഈ ജനറൽ നോളജിലും വളരെയധികം മുൻപന്തിയിലാണ്. അതെ, ഞാൻ വളരെ ഇന്റലിജന്റ്. അപ്പൊ ഈ സിനിമാ നടികൾ ഈ കിസ് മത്സരത്തിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നല്ലോ, 1ാം സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന്. അതെ, അറിഞ്ഞായിരുന്നു അല്ലേ? അപ്പൊ അതിൽ ചോദിച്ച 1-2 ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കും. ഞാൻ പങ്കുവയ്ക്കാം. അതായത് ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ദേശീയ ഉത്സവം ഏതെന്നായിരുന്നു ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു ഹർത്താലാണെന്ന്. ആണല്ലോ, ഇപ്പൊ അതാണല്ലോ അല്ലേ? പിന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പദമാക്കുക. അതില് ശ്മശാനത്തിൽ വസിക്കുന്നവൻ ആയിരുന്നു. ഞാൻ അതിന് ഒറ്റപ്പദമാക്കാനായിരുന്നു. ഞാൻ പറഞ്ഞു ചൊടലമാടണം. വളരെ കറക്റ്റ്. അടുത്തത് ഒരു ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യം. അതെന്താണ്? ചോദിക്കൂ. അത് ഇപ്പൊ ഒരു വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്ന സംഭവം ഈ സ്കൂളിലും കോളേജിലും
ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കുക. അതെ 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 അതെ. അപ്പൊ ഈ സ്കൂളിലും കോളേജിലും ലൈംഗിക വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിനെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം എന്താണ്? സ്കൂളിലും കോളേജുകളിലും ഒക്കെ ലൈംഗിക വിദ്യാഭ്യാസം നടപ്പിൽ വരുത്തുന്നതിനെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഹോംവർക്ക് മാത്രം കൊടുക്കരുത്, അത് പാടില്ല. അല്ല മാഡം എന്താ ഈ രുദ്രാക്ഷമൊക്കെ കെട്ടി തൂക്കിട്ട് ഇതിങ്ങനെ കഴുത്തില് കെട്ടി തൂക്കിയിട്ടില്ലെങ്കിലേ പിന്നെ അത് താഴെ പോവില്ലേ? ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക, ചോദിക്കണമെന്ന് വിചാരിക്കുന്നു, ബുദ്ധിമുട്ടാവില്ലല്ലോ. ഇല്ല ഇല്ല. ഈ തിളങ്ങുന്ന പല്ലുകൾ, ഈ തിളങ്ങുന്ന പല്ലുകളുടെ രഹസ്യം എന്താണ്? അയ്യോ, ഇതിന്റെ രഹസ്യം എന്റെ ഹസ്ബൻഡിനോട് തന്നെ ചോദിക്കണം കേട്ടോ. അതായത് പുള്ളിക്കാരനാണ് ദിവസം രാവിലെ വാക്കിയാത്തുനിന്നെടുത്ത് ഇങ്ങനെ സോപ്പിട്ട് ബ്രഷ് ചെയ്ത് തിരിച്ച് മോണക്കകത്ത് തിരികെ വെച്ചിരുന്നു. മാഡം വിവാഹിതയാണ്? അതെ, ഞാൻ അൺമാരീഡ്. ആരെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്? ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഡാൻസ് മാസ്റ്ററെയാണ് കേട്ടോ. എന്താണ് ഈ ഡാൻസ് മാസ്റ്റർ തന്നെ? അത് ഡാൻസ് മാസ്റ്ററെ തന്നെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചത് ചെറുപ്പം മുതലേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരാള് തന്നെ എന്റെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ഒരാഗ്രഹം. അത് സാധിച്ചു. ഞാൻ വളരെയധികം ധന്യാണ് ഇതില്. അതെ. അപ്പം ഇനി വേറെ ഈ അടുത്തുണ്ടായ ഒരു മേക്കപ്പ് മാനെ മാഡം പിരിച്ചു വിട്ടു? എനിക്ക് സ്വന്തമായിട്ടൊരു മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിരിച്ചു വിട്ടു? അത് ഞാൻ പുള്ളിക്കാരനെ പിരിച്ചു വിട്ടു. അദ്ദേഹം ഇപ്പൊ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? പുള്ളിക്കാരൻ ഇപ്പോ ഈ റോഡിലെ കുണ്ടും കുഴിയൊക്കെ നികത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ആ ജോലി. മാഡത്തിന്റെ മുഖത്താണ് അയാൾ പണി ചെയ്ത് പഠിച്ചത്. ഈ പണി വളരെയധികം ഈസി ആയിട്ട് എളുപ്പമായിരിക്കും. അതെ. അപ്പൊ പിന്നെ വേറൊരു ഞാൻ കാര്യം കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സെറ്റൊക്കെ വളരെയധികം ഉന്മേഷമാക്കുന്ന കേട്ടു. അതായത് സെറ്റിൽ എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് ജോലിയാക്കുന്നു. അത് എല്ലാരും പറയും, മമ്മൂട്ടി പറയും, മോഹൻലാൽ പറയും, അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയും സെറ്റ് ഭയങ്കര തമാശ പറയുന്നു. മാഡം പറഞ്ഞ ഒരു തമാശ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞൊരു തമാശയുണ്ട്, ഞാൻ പറഞ്ഞൊരു തമാശ എനിക്കത് പറയാനായിട്ടില്ല. അങ്ങോട്ട് കൈയെടുക്ക. അപ്പൊ തമാശ എന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ സെറ്റിൽ ഇങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുമ്പോ നമ്മുടെ കുഞ്ചൻ പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിച്ചു, മാഡം എനിക്ക് കുടിക്കാനേ ചായ വേണോ അതോ കാപ്പി വേണോന്ന്. ഞാൻ പറഞ്ഞു ചാപ്പി മതിയെന്ന്. എന്താ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പുകയാണോ? അല്ല, ഒരു കല്ല് തപ്പുകയാണ്. അത് ശരി. അപ്പൊ ഇനിയിപ്പോ സമയമില്ല. അപ്പൊ ഇത് ഏത് സെറ്റാണ്? ഇത് ഏത് സിനിമയുടെ സെറ്റാണ് മാഡം? ഈ സിനിമയുടെ സെറ്റ് എനിക്കറിയില്ല. അയ്യോ മാഡം, ഈ തിരക്കുണ്ടായിരിക്കും. അഭിനയിച്ച സിനിമയുടെ സെറ്റ് പോലും അറിയാതെ. അയ്യോ, അത് അങ്ങനെയല്ല. ഈ സിനിമയുടെ പേര് എനിക്കറിയില്ല. സിനിമയുടെ പേര് എനിക്കറിയില്ല. സിനിമയുടെ പേരാണ് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അടുത്ത അവസാനമായിട്ടൊരു ചോദ്യം. അപ്പം അവസാനമായിട്ടൊരു ചോദ്യം, എങ്ങനെയാണ് മാഡം ഈ സിനിമാ രംഗത്ത് എത്തിയത് എന്ന് ചുരുക്കി പറയാം? അതിന്റെ പിന്നിലൊരു കഥ തന്നെ ഉണ്ട്. അത് ഞാൻ ചുരുക്കി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോ പല മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കഴിവുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ എന്റെ വീട്ടിലെ എന്റെ അമ്മ എന്നെ പുഷ് ചെയ്തു, പിന്നെ എന്റെ അച്ഛൻ എന്നെ പുഷ് ചെയ്തു, പിന്നെ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ എന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഡയറക്ടർ പുഷ് ചെയ്തു, പിന്നെ ക്യാമറാമാൻ പുഷ് ചെയ്തു, പിന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകാരൊക്കെ അങ്ങനെ പുഷ് ചെയ്തു. അങ്ങനെ പിന്നെ ഒരുപാട് പേര് പുഷ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഇത്രയും നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു അഭിമുഖം തന്ന മാഡത്തിന് ഞങ്ങളുടെ നന്ദി, നമസ്കാരം. പുരസ്കാരം അല്ല, നമസ്കാരം.